ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു പുതിയ വർഷം വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്സ് ആണ് ഈ ഒരു വീഡിയോയ്ക്ക് ഉദ്ദേശിക്കുന്നത്. വളരെ ട്രഡീഷണലായിട്ട് വളരെ പരമ്പരാഗതമായ രീതിയിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് സ്റ്റോക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ ഒരുപാട് നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെ റെഫർ ചെയ്യുക കേട്ടോ. അതിനകത്ത് വളരെ പണ്ട് മുതൽ നമ്മൾ ചെയ്തിട്ടുള്ള നിക്ഷേപ പദ്ധതികളെ കുറിച്ചിട്ടും നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. 8 മിനിറ്റ് മാത്രം ദൈർഘ്യം ഉണ്ടാകും. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മണി ടോക്സ് മലയാളം നമ്മൾ അധികവും ചെയ്യുന്നത് സേവിങ് ഫിനാൻഷ്യൽ വീഡിയോസാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അധികം റിസ്ക് ഇല്ലാണ്ട് നിങ്ങളുടെ പണം എങ്ങനെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ പണത്തിനെ വളർത്താനും സാധിക്കും. ആ തരത്തിലുള്ള ഒരുപാട് നല്ല കളൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. ഒരു പുതിയ വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫൈനാൻഷ്യലി നമ്മൾ ഒരുപാട് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന അല്ലെങ്കിൽ പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, എനിക്ക് ഫസ്റ്റ് തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പം പലരും ഇത് ചെയ്തിട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ടാവത്തില്ല. ഒന്ന് പോസ്റ്റ് ഓഫീസിലുള്ളൊരു നിക്ഷേപ പദ്ധതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സുകന്യ സമൃദ്ധി യോജന. ആരെങ്കിലൊക്കെ ഇപ്പം വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് റൈറ്റ് ടൈം എന്ന് ഞാൻ പറയും. സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾക്കൊരു ഗേൾ കിഡ് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ 10 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിക്ഷേപമാണ് പോസ്റ്റ് ഓഫീസിൽ ബാങ്കിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സുകന്യ സമൃദ്ധി യോജന കേട്ടോ. അപ്പം അതിനകത്ത് ചേർന്നാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 8% ഒക്കെ വരെ നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന ഹൈ റേറ്റ് ഓഫ് റിട്ടേൺസ് കിട്ടുന്ന നിക്ഷേപ പദ്ധതിയാണ്. അതായത് കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പേരൻസിന് കുട്ടികളുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു വീട്ടിൽ നമുക്ക് 2 പെൺകുട്ടികൾക്ക് വരെ സുകന്യ സമൃദ്ധി യോജനയുടെ അണ്ടറിൽ നമുക്ക് പണം നിക്ഷേപിക്കാവുന്നതാണ്. അതായത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലോങ് റണ്ണിലോട്ട് കുട്ടിയുടെ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ മാരേജ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു തുക കണ്ടെത്താൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ് കേട്ടോ. അപ്പം ഇത് കുറച്ച് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് PPF സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം മ്യൂച്വൽ ഫണ്ടൊക്കെ നല്ല ഒരു ഓപ്ഷനാണ്. മ്യൂച്വൽ ഫണ്ടിനകത്ത് SIPs ഒക്കെ നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പം അതിനെ മുൻകൂട്ടി കൊണ്ട് ലോങ് റണ്ണിലോട്ട് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിക്ഷേപം കൂടി തീർച്ചയായിട്ടും മുന്നോട്ട് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തൊരു നിക്ഷേപം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവണം. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ എൻ ഇയറൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നിക്ഷേപിക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സോ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അക്യുമുലേഷൻ, അപ്പം അതെങ്ങനെ നമുക്ക് ബൾക്കായിട്ട് റേസ് ചെയ്യാൻ സാധിക്കും, അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇയർലിയാണ് ഫീസ് കൊടുക്കേണ്ടതെങ്കിൽ ഏകദേശം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇത്ര മാസം കുഞ്ഞിന് ഫീസ് കൊടുക്കണം. അപ്പം ഏകദേശം ആ ഒരു സമയത്ത് ഇപ്പം 50,000 അല്ലെങ്കിൽ 60,000 ഒക്കെയാണ് നമുക്ക് ഫീസ് വരുന്നതെങ്കിൽ നമുക്ക് 1000 എത്ര രൂപ വെച്ചിട്ട് ഒരു മാസം 10,000 വെച്ചിട്ടാണെങ്കിൽ ഓരോ മാസം അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു റിക്കറിങ് ഡെപ്പോസിറ്റ് ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇതിനെടുത്ത് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ബാങ്കിലുള്ള റിക്കറിങ് ഡെപ്പോസിറ്റ് നമുക്ക് 6 മാസം മുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാലയളവിലോട്ട് ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഷോർട്ട് ടൈമിലോട്ട് നമുക്ക് ബാങ്ക് RDC സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 നിക്ഷേപത്തിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് ഗോൾഡ് ആഭരണങ്ങൾ വാങ്ങിക്കണോ, ഗോൾഡ് ETF ഉണ്ട്, ആഭരണമുണ്ട്, അതുപോലെ തന്നെ കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗോൾഡ് ETF ഒക്കെ അടിപൊളി സ്കീമാണ്. ഓൺലൈനായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ അങ്ങനെ നമ്മൾ ഗോൾഡ് ETF നിക്ഷേപിക്കുക. അല്ല നമുക്കിപ്പോൾ കോയിൻസ് വാങ്ങിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ തരത്തിൽ നമ്മൾ നിക്ഷേപം കൊണ്ടുപോകുന്നത് നമ്മൾ ഒറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പോസ്റ്റ് ഓഫീസ് RD സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മൾ RDയിൽ മാത്രം നിൽക്കാണ്ട് അല്ലെങ്കിൽ ഇപ്പം
മറ്റെന്തെങ്കിലുമൊക്കെ സ്കീം സ്റ്റാർട്ട് ഇപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തന്നെ അത് നമ്മൾ ഒറ്റൊരു സ്കീമിൽ നിൽക്കാണ്ട് തീർച്ചയായിട്ടും 1, 2, 3 ഒക്കെ സ്കീമുകളിൽ നിക്ഷേപങ്ങളിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഗോൾഡ് കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം RD ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ബാക്കി വരുന്ന പൈസകൾ മാസം 1, 2, 3 മാസമൊക്കെ ചേർത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ ഗ്രാംസിൽ ചെറിയ ഗോൾഡ് കോയിൻസുകൾ വാങ്ങി വെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന തുകയും അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപവും അവിടെ വളരുന്നുണ്ട് എന്നതൊരു റിയാലിറ്റിയാണ്. അപ്പം 2025 തീർച്ചയായിട്ടും ഗോൾഡ് കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ മാസവും എത്ര ഗ്രാം ഗോൾഡ് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് ഒരു ടാർഗറ്റ് ചെയ്തിട്ട് അത്രയും തുക നമുക്ക് മാറ്റി വെക്കാനും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഗോൾഡ് കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പണം നിക്ഷേപിക്കാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണം വളരാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഗോൾഡ് ആഭരണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ന്യൂ ഇയർ ആണ്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഗോൾഡ് ചിട്ടികളിലൊക്കെ ചേർന്നിട്ട് എല്ലാ മാസവും ഒരു തുക നിങ്ങൾ മാറ്റി വെച്ചാൽ മതിയാകും കേട്ടോ. ഇനി അടുത്തത്, ഇതെല്ലാം കഴിഞ്ഞാലും നമ്മുടെ ചില്ലറകൾ കാണുമല്ലോ നമ്മുടെ കയ്യിൽ, അത് നമ്മൾ കളയാൻ പാടില്ല. അതിന് നമുക്ക് നിക്ഷേപിക്കാൻ എങ്ങനെ സാധിക്കും? ഒരു ഉണ്ടിയൽ അല്ലെങ്കിൽ ഒരു കുടുക്കിക്കകത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന പണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നിക്ഷേപങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ബാലൻസ് വരുന്ന ചില്ലറകളെ പോലും നമ്മൾ കളയാൻ പാടില്ല. അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് ഒരു കുടുക്കിക്കകത്തിട്ട് പോകുക. അപ്പോൾ കുടുക്കിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് അതും ഒരു മണി സേവിങ് ചലഞ്ച് പോലെ സേവ് ചെയ്യാവുന്നതാണ് കേട്ടോ. 10 അല്ലെങ്കിൽ 20 രൂപയൊക്കെ വെച്ച് നമുക്ക് ഡെയിലി കുടുക്കയിലിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 20 റുപ്പീസ് വെച്ച് സേവിങ് ചലഞ്ച് ഏറ്റെടുക്കാം. 10 റുപ്പീസ് സേവിങ് ചലഞ്ച് അല്ലെങ്കിൽ 1 റുപ്പീസ് സേവിങ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സേവിങ് ചലഞ്ചസ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം 1 രൂപ പോലും കളയാണ്ട് മാക്സിമം നമുക്ക് സേവിങ് പർപ്പസിലോട്ട് വേണ്ടിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ പലതരത്തിൽ നമ്മുടെ നിക്ഷേപത്തിനെ ഒന്ന് കൊണ്ടുപോകേണ്ടതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഗേൾ കിഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജനയ്ക്കകത്തൊരു അക്കൗണ്ട് എടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടൈം ഗോൾസിന് വേണ്ടിയിട്ട് RDകളിൽ ചേരുക. അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക നിങ്ങൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ലോങ് ടൈമിന് വേണ്ടിയിട്ട് PPF അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മ്യൂച്വൽ ഫണ്ടിൽ SIP സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോയിൻ വേണോ, ETF വേണോ, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ആണോ എന്നൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് അത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകുക. അറ്റ് ദ എൻഡ് നമ്മുടെ കയ്യിൽ ബാലൻസ് വരുന്ന കോയിൻസ് ആണെങ്കിൽ അതൊരു കുടുക്ക വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് നിക്ഷേപിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.